കേരളം നന്നായി ജീവിക്കുന്നതിൻ്റെ പ്രധാന റീസൺ ഇവിടുത്തെ സംരംഭകരാണ് അല്ലേ? നോക്കിക്കേ, കേരളത്തിലെ ആളുകൾ മികച്ച രീതിയിൽ ഡ്രസ്സ് ധരിക്കാൻ പഠിപ്പിച്ചൊരു സംരംഭകരാണ് അല്ലേ? കാരണം ഇവിടുത്തെ സംരംഭകർ കേരളത്തിൽ മാത്രമല്ല ബിസിനസ് ചെയ്യുന്നത്, അവർ ലോകത്ത് മുഴുവൻ ബിസിനസ് ചെയ്യാണ്. ഒരു തമിഴ്നാട്ടുകാരനോ ഒരു കർണാടകക്കാരനോ ഒരു ചൈനക്കാരനോ നമ്മുടെ അവിടെ ഒന്നും ബിസിനസ് ചെയ്യുന്നില്ല അല്ലേ? നമ്മളെല്ലാം അവിടെ പോയി ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റി തരുവാണ്, അവിടത്തെയൊക്കെ ലൈഫ് സ്റ്റൈൽ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ശരിയല്ലേ? അപ്പോൾ ഇവിടുത്തെ സംരംഭകൻ എന്ന് പറയുന്നത് നമുക്ക് ഫുഡ് അടിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, അല്ലെങ്കിൽ സാലറി തരാൻ വേണ്ടിയുള്ളതല്ല, ഈ നാടിനെ, ഈ സൊസൈറ്റിയെ നിലനിർത്തുന്നവനാണ്. ഈ ഒരു കോൺസെപ്റ്റ് പഠിപ്പിക്കണം. അതാണ് വേണ്ടത്. നമ്മുടെ സ്കൂളിലേക്ക് ഇല്ലാണ്, ഇത് സമൂഹത്തിനെ പഠിപ്പിക്കണം. ഗവൺമെൻറ്റിനെ കുറ്റം പറയാനില്ല. ഗവൺമെൻറ് ഒരു 7.5 ലക്ഷം പേർക്ക് ഗവൺമെൻറ് എംപ്ലോയീസ് ഉള്ളൂ. ബാക്കി എല്ലാവരും ഈ റോട്ടിൽ നോക്കിക്കോളൂ. റോട്ടിൽ കടന്നു പോകുമ്പോൾ യൂണിഫോം ഇട്ട് പോകുന്ന 1 മിനിറ്റിനുള്ളിൽ എത്ര കുട്ടികൾ യൂണിഫോം ധരിച്ചു പോകുന്നുണ്ട്. മുടി എങ്ങനെ കോംബ് ചെയ്യണമെന്ന് സംരംഭം പഠിപ്പിക്കുന്നുണ്ട്. ഈ സ്വന്തം 2 നേരം പല്ല് തേപ്പിക്കണമെന്ന് പഠിപ്പിക്കുന്ന സംരംഭകനാണ്. 2 നേരം പല്ല് തേപ്പിക്കണം, രാത്രി പല്ല് തേക്കണമെന്ന് ഞാൻ എൻ്റെ ക്ലാസ്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. നഖം വെട്ടണം എന്ന് പറയുന്നുണ്ട്. കാരണം സംരംഭകൻ്റെ പ്രൊഡക്റ്റ് വിൽക്കാനിരിക്കുന്ന സമയത്ത്, ഒരു ഗോൾഡ് വിൽക്കാനിരിക്കുന്ന സമയത്ത് നഖത്തിനകത്ത് അഴുക്കുണ്ടെങ്കിൽ അത് ബാഡ് ഫീലിംഗ് ആണ്. ഇതെല്ലാം അപ്പോൾ എന്താ നടക്കുന്നത്? സാലറി മാത്രമല്ല തരുന്നത്, ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആവാനായിട്ട് സംരംഭകൻ സഹായിക്കുന്നുണ്ട്.